എന്ന് ഇന്ത്യൻ കമ്പനികൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നു, അന്ന് തൊട്ട് ഇതിൻ്റെ കോസ്റ്റ് കുറയാൻ തുടങ്ങും. അങ്ങനെ കോസ്റ്റ് കുറയുമ്പോൾ എല്ലാ കമ്പനികളും ഇതിൻ്റെ കോസ്റ്റ് കുറക്കാൻ നിർബന്ധിതരാകും. പണ്ട് ഒരു 10 കൊല്ലം മുൻപ് അല്ലെങ്കിൽ 15 കൊല്ലം മുൻപ് 2.5 ലക്ഷം 3.5 ലക്ഷം രൂപ വിലയുണ്ടായിരുന്ന ഇഞ്ചക്ഷൻസ് നമുക്കിന്ന് 25,000 രൂപ 15,000 രൂപ വിലയിൽ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ കമ്പനികൾ ആ മോളിക്യൂൾ ഉണ്ടാക്കുകയും ബയോസിമിലർസ് എന്ന് പറയുന്ന മോളിക്യൂൾസ് ഉണ്ടാക്കുകയും വിപണിയിൽ ഇറക്കുകയും ചെയ്തോളൂ. അമേരിക്കൻ കമ്പനികളും മറ്റ് സ്വിറ്റ്സർലാൻഡ് കമ്പനികളും ഒക്കെ അതിൻ്റെ വില കുറച്ച് ഈ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യും. പക്ഷേ അതേസമയം ഇന്നും നമുക്ക് 4-5 ലക്ഷം രൂപയുള്ള വിലയുള്ള മരുന്നുകൾ വേറെ പുതുതായി വന്നിട്ടുണ്ട്. അതൊരു 2-3 കൊല്ലം കഴിയുമ്പോൾ ഇതിൻ്റെയും വില കുറയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ കമ്പനികൾ ഈ മാർക്കറ്റിലേക്ക് വരുന്നതോടുകൂടി പതുക്കെ റോബോട്ടിക് സർജറി കൂടുതൽ ആൾക്കാർക്ക് പ്രാപ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ ഒരു രാജ്യത്ത് ചിലപ്പോൾ ഒരു വളരെ റിമോട്ടായിട്ടുള്ളൊരു വില്ലേജിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു 3 ടയർ സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു വിദഗ്ധ സർജനെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അതായത് ഒരു സർജൻ ഒരു സ്ഥലത്തിരുന്ന് വേറൊരു സ്ഥലത്ത് സർജറി ചെയ്തതായിട്ടൊക്കെ നിങ്ങളെല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചു കാണും. അത്തരം ടെക്നോളജി ഇന്ന് അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത്തരം ടെക്നോളജികൾ നമ്മുടെ രാജ്യത്ത് വളരെ ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ അത് കൂടുതൽ നമ്മുടെ രാജ്യത്തിലായിരിക്കും അത് വളർന്നു വരാൻ സാധ്യത എന്നാണ് ഞാനൊരു പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. ടെക്നോളജിയുടെ കോസ്റ്റ് കുറയും, നമ്മളുടെ ഓൺ ടെക്നോളജീസ് വരും, എല്ലാ കമ്പനികളും ഇതിൻ്റെ കോസ്റ്റ് കുറക്കും, എല്ലാവർക്കും പ്രാപ്യമാകുന്ന ഒരു ചികിത്സാ രീതി തന്നെ ആവും റോബോട്ടിക് സർജറി ഫ്യൂച്ചറിലാണ് ഞാൻ വിശ്വസിക്കുന്നത്.